ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിയാൻസ് പാരഡൈസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 4 ഡിഫറെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസാണ്. ഈ 4 റെസിപ്പീസും വെറും 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യത്തെ റെസിപ്പിയാണ് മൂങ് ദാൽ ദോശ, അതായത് ചെറുപയറിൻ്റെ ദോശ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് തലേ ദിവസം തന്നെ ചെറുപയർ കുതിർത്ത് വെക്കണം. ഈ ദോശേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട, ഫെർമെൻറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് കുതിർത്ത ചെറുപയർ എടുക്കാം. ഇതിൽ മുളപ്പിച്ച ചെറുപയറാണെങ്കിൽ എന്നെയും ഹെൽത്തി ആയിരിക്കും. അതുകൂടാതെ 2 പച്ചമുളക്, 5-6 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്തിരി മല്ലിയിലയും 5-6 കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ഇല്ലെങ്കിൽ കടലമാവായാലും മതി, കടലപ്പൊടി അതാണെങ്കിലും ഇടുക. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് ആവശ്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഭയങ്കര കട്ടി ജാസ്തിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ഇതിനെ റെസ്റ്റ് ചെയ്യാനോ വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇതിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. വെയിറ്റൊക്കെ കുറയ്ക്കാൻ നോക്കുന്നവർ, അതായത് ഹെൽത്തി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. ഇതിന് മേലെ നമുക്ക് നെയ്യോ നല്ലെണ്ണയോ എന്ത് എണ്ണ വേണമെങ്കിലും പരട്ടാം. ഞാനിവിടെ ഇപ്പോൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെയ്യ് എടുക്കുന്നത്. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം നമുക്ക് നെയ്യ് എടുക്കാം. എന്നിട്ട് ഇതൊരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിങ്ങനെ സൈഡൊക്കെ വിട്ട് വരും. ഇങ്ങനെ ആ സമയത്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ചട്നീൻ്റെ കൂടെ ഇതിനെ എൻജോയ് ചെയ്യാം. വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണിത്. രണ്ടാമത്തെ റെസിപ്പിയാണ് പൊങ്കൽ. തമിഴ്നാട്ടിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പൊങ്കലിൻ്റെ റെസിപ്പിയാണ് അടുത്തത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുധാന്യം വെച്ചിട്ടാണ്. സാധാരണ ഇത് പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മില്ലറ്റ്സ്, അതായത് ഫോക്സ്ടെയിൽ മില്ലറ്റാണ്, 1/2 കപ്പ്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണ് ചെറുപയറിൻ്റെ പരിപ്പ്, രണ്ടും കൂടെ നന്നായി കഴുകിയതിൻ്റെ ശേഷം കുക്കറിലിട്ടിട്ട് 3 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ട് ഒരു 3-4 വിസിൽ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കശുവണ്ടിയും ഉണക്ക മുന്തിരിയും കൂടെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇതേ നെയ്യിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഈ നമ്മൾ താളിച്ചെടുത്ത മിക്സിനെ നേരെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും മില്ലറ്റ്സിൻ്റെയും കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ മിക്സ് ചെയ്ത് നന്നായിട്ടും വെള്ളം നമ്മൾ എപ്പോഴും കുറച്ച് ജാസ്തി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. കാരണം ഇത് കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലാണ് ശരിക്കും ഉണ്ടാവുക എപ്പോഴും. അല്ലാതെ ഇങ്ങനെ വിട്ട് അരി പോലെ ഉണ്ടാവില്ല. ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അതുകൊണ്ട് എപ്പോഴും വെള്ളം കുറയാതെ നന്നായിട്ട് വേവിച്ചെടുക്കാൻ നോക്കുക. അത് മിക്സ് ചെയ്യുക. അത് തന്നെ നമ്മുടെ വെൺപൊങ്കൽ റെഡിയായി. ഇത് നമ്മുടെ സാമ്പാറോ ചട്നി, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് എന്താണോ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുക. മൂന്നാമത്തെ റെസിപ്പിയാണ് മഷ്റൂം പാസ്ത. ഇതിന് വേണ്ടി ആദ്യം തന്നെ പാസ്ത നമ്മൾ വേവിച്ചെടുക്കണം. പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് 5 കപ്പ് വെള്ളമാണ്. 5 കപ്പ് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും 2 ടീസ്പൂണ് ഓയിൽ, വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം 1 കപ്പ് പാസ്ത ഇട്ടിട്ട് 5 തൊട്ട് 6 മിനിറ്റ് വരെ ഫുൾ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. 6 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് എടുത്ത് നോക്കുക. വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു അരിപ്പയിൽ കൂടെ ചൂടുവെള്ളം അരിച്ച് മാറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മീഡിയം സൈസ് തക്കാളീൻ്റെ ജ്യൂസ് അടിച്ച് മാറ്റി വെക്കണം. അതിനുവേണ്ടി തക്കാളി മിക്സിയിട്ട് നന്നായി അടിക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും
1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം 1 കപ്പ് മഷ്റൂം കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് മഷ്റൂം സോഫ്റ്റ് ആയതിൻ്റെ ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുക. എന്നിട്ട് സവോള ഒന്ന് സോഫ്റ്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് റെഡും ഗ്രീനും ഏതാണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആ ക്യാപ്സിക്കവും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കവും ഒന്ന് സോഫ്റ്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് കുക്കമ്പർ ഇടണം, 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്. എല്ലാം കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന ടൊമാറ്റോ ജ്യൂസ്, തക്കാളി അടിച്ച് വെച്ച ജ്യൂസും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളീൻ്റെ ജ്യൂസ് ഒന്ന് വറ്റി വന്നു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പാസ്ത സോസ് ഒഴിക്കുക. പാസ്ത സോസ് കയ്യിലില്ലെങ്കിൽ അതിൻ്റെ പകരം ടൊമാറ്റോ സോസ് ഒഴിച്ചാലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് മേലെ കൂടെ സ്പ്രിങ്കിൾ ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്തേൻ്റെ സോസ് റെഡിയായി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഓലിവ്സ് കട്ട് ചെയ്തിട്ടിടുക. അതുകൂടാതെ കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിടുക. നമ്മുടെ മഷ്റൂം പാസ്ത റെഡിയായി. ചൂടോടെ തന്നെ സെർവ് ചെയ്യുക, ഇല്ലെങ്കിൽ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് ചീസ് കട്ടിയായിപ്പോവും. സെർവ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കഴിച്ചാൽ ഇനിയും ടേസ്റ്റി ആയിരിക്കും. ഇനി 4ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള റെസിപ്പിയാണ് ദലിയ ഉപ്മ. ദലിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നുറുക്ക് ഗോതമ്പില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകളിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേ ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്പുമാവാണിത്. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് 3-4 തവണയായിട്ട് കഴുകി എടുത്ത് വെള്ളം ഊറ്റിയെടുത്ത് മാറ്റി വെക്കണം. ഇനി ഒരു കുക്കറിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ഇട്ടിട്ട് അതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടിയതിൻ്റെ ശേഷം 2 വറ്റൽമുളക് ഇടുക, കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിടുക. പിന്നെ ഒരു പകുതി സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവോള ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതിടുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് കിഷ്മിഷും കൂടി ഇടുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കും വെന്ത് കഴിയുമ്പോൾ. എന്നിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. 1 കപ്പ് ഗോതമ്പിന് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതപ്പം 2 വിസിൽ കഴിഞ്ഞു, നന്നായി വെന്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഫ്രഷായിട്ട് ചിരവിയെടുത്ത് തേങ്ങയും കൂടി ഇടുക. തേങ്ങ ഇടലൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പുമാവ് റെഡിയായി. രാവിലത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്വിക്ക് ആൻഡ് സിമ്പിൾ, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഉപ്പുമാവ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ കാണിച്ച 4 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിൽ എനിക്ക് എഴുതി അറിയിക്കും വേണം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ടേക്ക് കെയർ, സ്റ്റേ ഹോം, stay safe and stay healthy.